കൃത്യമായി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കണം. ഇന്ന് പകൽക്കാലം പരിമിതികൾക്കകത്ത് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിമിതികൾ നോക്കാതെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണല്ലോ നാം ആരാധിക്കാനായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽ കൃത്യമായി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം അല്പസമയം ആഴമേറിയ 1-2 ചിന്തകൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം വായിച്ച വചനം എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നു. ധന്യനായ പൗലോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിനകത്ത്, എഫേസ്യ ലേഖനത്തിനകത്ത് 3-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ക്രിസ്തുവിനെ വരച്ചു കാണിക്കുമ്പോൾ, പുതുനിയമസഭയും ക്രിസ്തുവുമായുള്ള ആഴമേറിയ ബന്ധത്തെ വരച്ചു കാണിക്കുമ്പോൾ തന്നെ എഫേസ്യ സഭയെ കുറിച്ച് ധന്യനായ പൗലോസ് ശ്ലീഹ ഒട്ടനവധി പ്രാർത്ഥനകൾ തൻ്റെ പ്രാർത്ഥനാ ഇടങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയുന്നു. എഫേസ്യ ലേഖനത്തിനകത്ത് 1-ലധികം പ്രാർത്ഥനകൾ കാണാൻ കഴിയുന്നു. ഒരു പ്രാർത്ഥനയുടെ അനന്തരകരമായ പ്രാർത്ഥന കഴിഞ്ഞു താൻ പറയുന്ന പ്രാർത്ഥനയ്ക്കകത്തുള്ള പദങ്ങളാണ് നാം വായിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാർത്ഥനയ്ക്കകത്തൊരു ഭക്തൻ ഉരുവിടുന്ന ഒരു പ്രാർത്ഥനാവാചകമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അതിന് ശക്തിയേറും. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ദൈവത്തോട് കൈമാറുകയാണ് അവൻ്റെ ഹൃദയത്തെ. അവൻ ദൈവത്തോട് അവൻ്റെ ഹൃദയത്തെ കൈമാറുമ്പോൾ ഭക്തൻ പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയരെ, ഈ ഉലകത്തിനകത്ത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ജനിച്ചത് നമ്മുടെ ആഗ്രഹപ്രകാരമല്ല. ആണോ? നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ട് ഇന്ന അഡ്രസ്സിൽ ജനിക്കണമെന്നും ഇന്ന അപ്പൻ്റെയും അമ്മയുടെയും മക്കളായി മകനായി മകളായി ജനിക്കണമെന്നോ, അല്ലെങ്കിൽ ഈ ദേശത്ത് ഇങ്ങനൊരു സഭ ഉണ്ടാകും, സഭയിലെ പാസ്റ്ററായി ഇരിക്കാമെന്നൊക്കെ കരുതി നമ്മൾ ജനിച്ചതല്ല. ദൈവം നമ്മെ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, പിണ്ടാകാരമായി എൻ്റെ ദൈവത്തിൻ്റെ തൻ്റെ കരത്താൽ മിനയുന്നതിന് മുമ്പ് ദൈവം നമ്മെക്കുറിച്ച് ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ, പ്രായമായവർ വരെ, ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ സാധാരണക്കാരല്ല, എമ്പിനോ വേണ്ടി ജനിച്ചതല്ല. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് സൃഷ്ടിച്ചവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറയണം, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പലരെയും കണ്ടിട്ടുണ്ട്, പാസ്റ്ററെ സാഹചര്യങ്ങൾ എതിരാണ്, പ്രതികൂലമാണ്. സാഹചര്യത്തിനൊത്തവണ്ണം എൻ്റെ ആരോഗ്യമോ എൻ്റെ ഭവനത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ അതുപോലെയൊന്നും സഞ്ചരിച്ചു വരുന്നില്ല. പലരും നെടുവീർപ്പിട്ട് ജീവിക്കുകയാണ്. ഇന്നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നെടുവീർപ്പിട്ടവർ ജീവിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഒരു എളിയ ദൈവദാസൻ എന്ന നിലയ്ക്ക് ഈ പുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സത്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നമ്മുടെ നല്ല കാലം ഇന്നലെയല്ല. നമ്മുടെ നല്ല കാലം കഴിഞ്ഞുപോയ നാളുകളല്ല, നമ്മുടെ നല്ല കാലം വരാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. നിങ്ങളുടെ നല്ല കാലം ഇന്നലെയല്ല പ്രിയരെ, നല്ല കാലം വരാൻ പോകുന്നതേയുള്ളൂ. നിന്റെ ശുശ്രൂഷയുടെ നല്ല കാലം കഴിഞ്ഞു പോയിട്ടില്ല, നല്ല കാലം വരാൻ പോകുന്നതേയുള്ളൂ. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ നല്ല കാലം കഴിഞ്ഞതല്ല, അത് വരാൻ പോകുന്നതേയുള്ളൂ. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഈ പകൽക്കാലം ധൈര്യത്തോടെ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു സാധ്യതയില്ലെങ്കിലും പറയണം, എൻ്റെ നല്ല കാലം വരാൻ പോകുന്നതേയുള്ളൂ. എൻ്റെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുന്നതേയുള്ളൂ. എൻ്റെ സഭയുടെ വളർച്ച വെളിപ്പെടാൻ പോകുന്നതേയുള്ളൂ. എൻ്റെ ദൈവിക പദ്ധതിയിലേക്ക് എന്നെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. നല്ല കാലം വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ.
ഈ പകൽ വെളിയാമേ ദൈവിക ദൂതുകൾ ആഴമായി ചിലരുടെ ശിരസിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. കുഞ്ഞെ, നിന്റെ മല്ലകാലം കഴിഞ്ഞിട്ടില്ല. ആരോ പറയുന്നു, പാസ്റ്റർ എന്റെ മല്ലകാലം തീർന്നു, ഇനി എനിക്ക് കണ്ണുനീരിന്റെ നാളുകളാണ്. ഇന്നത്തെ സാഹചര്യം വെച്ച് എനിക്കൊരിഞ്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം പ്രതിസന്ധികളെ തുകമേ ചകഞ്ഞു മാറ്റിയിട്ട്, ഇന്ന് പകൽക്കാലം ദുർഘടങ്ങളെ മാറ്റിയിട്ട് ആത്മാവിൽ പ്രവചിക്കാൻ പറയുന്നു. നിന്റെ മല്ലകാലം വരാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ മല്ലകാലം വരാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ കണ്ണുനീരിന്റെ കാലം മാറും. നിന്റെ വേദനയുടെ സീസൺ മാറും. നീ വെളുവീർപ്പിടുന്ന കാലഘട്ടങ്ങൾ മാറും. ഓ ശബരതലഘടക റിമാന ദുരഘടക ജരാറുകൾ ഖമാന ദുരഘടക ജുരാറുകൾ ഖമാനതലഘടക ചരാറുകൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ സകല പ്രൗഢിയിലും ജീവിച്ചിട്ട് ഇന്നിന്റെ അവസ്ഥ നിനക്ക് മുഴുവനും എതിരായിരുന്നാലും, ഒരുപക്ഷെ താങ്ങാൻ ആരില്ലേലും കരുതാൻ ആരില്ലേലും ധൈര്യത്തോടെ പറയണ ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം, വേദപുസ്തകം പറയുന്നു, മല്ലകാലം ഒരു ഭക്തന് കഴിഞ്ഞ നാളുകളല്ല, മല്ലകാലം വരാൻ പോകുന്നതേയുള്ളൂ, വരാൻ പോകുന്നതേയുള്ളൂ. ഈ വേദനയുണ്ടല്ലോ, ഈ ഞെരുക്കമുണ്ടല്ലോ, ഈ ഒറ്റപ്പെടലുണ്ടല്ലോ, അത് ചിലവിലേക്ക് ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുക. ചില ദൈവിക പദ്ധതിയിലേക്ക്, ദൈവിക ആഴത്തിലേക്ക് ദൈവം നിന്നെ മോൾഡ് ചെയ്യുകയാണ്. ഈ പ്രതികൂലത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് പറ, എനിക്കൊരു ജീവിക്കുന്ന ദൈവമുണ്ട്. ഈ ജീവിക്കുന്ന ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ പ്രതിസന്ധി മാറ്, എന്റെ വേദന മാറ്, എന്റെ മിന്ന മാറ്, എന്റെ കഷ്ടകാലം മാറ്, എന്റെ കണ്ണുനീര് മാറ്. എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മല്ലകാലം എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ പകൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. എമ്മറിയിൽ അസാധാരണമായൊരു മൂവ് ഇതിനകത്ത് ദൈവാത്മാവ് ചെയ്യുകയാണ്. ഇതിനകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. നിന്റെ കൂടാരത്തിന്റെ സ്ഥിതി മാറുന്നു കുഞ്ഞ്, നിന്റെ അവസ്ഥകൾ മാറുന്നു, നിന്റെ ശുശ്രൂഷയുടെ ലെവല് മാറുന്നു, നിന്റെ ഭാവിയുടെ വഴികള് എന്റെ ദൈവം തുറക്കുകയാണ്. ഓ ശാബാരാധ അർത്തുര വൈഡബരഗബേരി ബലഗടഗ ശുഡബാരി ബലഗടഗ അത്താമാന ധൂരാചാരാധാരാധാരാധാരാധാര ഘടക രിഗാരവ ചുരവൈഡബരഗബേരി ദലഗടഗ ചുരമാരി ബലഗടഗ. നല്ല കാലം വെളിപ്പെടുന്നു, നല്ല കാലം വെളിപ്പെടുന്നു. ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്നു, ദൈവിക പദ്ധതികൾ വെളിപ്പെടുന്നു. നീ ചിന്തിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിന്റെ ഭാവി അവർണ്ണനീയമാക്കാൻ കഴിയുന്ന ഒരു ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആമേ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കുന്നതില് നിനയ്ക്കുന്നതില് അത്യന്തം നിന്റെ ജീവിതത്തെ വഴിതിരിച്ചുവിടാൻ കഴിയുന്ന വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾ. ഓ ശാബാരാധാരാഘടക റിബാരാബാരം ശാബാലാധാരാധാര ഘടക ശരാദലഘടക അർത്ഥബാരദലഘടകധരാരകിൽ ഖവ. ആമേൻ. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ആ ശക്തി അവരിൽ വ്യാപരിക്കണം. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി വ്യാപരിക്കുന്ന ദൈവശക്തി, വ്യാപരിക്കുന്ന ദൈവശക്തി, ചെയ്യാൻ കഴിയുന്ന ദൈവശക്തി. ഇത് പകൽക്കാല സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ വന്നത് പദ്ധതിയില്ലാത്തവരായിട്ടല്ല. ഒരു സ്വപ്നവുമില്ലാതെ ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, എമ്പിനോ വേണ്ടി ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ആർക്കോ വേണ്ടി ഉപജീവനം ചെയ്ത് ആർക്കോ വേണ്ടി ജീവിച്ച് ആർക്കോ വേണ്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ തലമുറയിൽ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, ദൈവം നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God has a vision for you. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം കണ്ടൊരു സ്വപ്നം നിന്നെക്കുറിച്ചുണ്ട്. ഈ തലമുറ ധൈര്യത്തോടെ പറ, അപ്പൻ കാണാത്തത്, അമ്മ കാണാത്തത്, ഉലകത്തിൽ ആരും കാണാത്തത് എന്നെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച് എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. എൻ്റെ സഭ കാണാത്തത്, എൻ്റെ പാസ്റ്റർ കാണാത്തത്, ഒരു പ്രവാചകന്മാരുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരാത്തത് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. God had a vision for me. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ഒരു പക്ഷേ നിന്റെ വേദനയ്ക്കകത്ത് നിന്നെ താങ്ങാൻ ആരുമില്ലേലോ, നിന്നെ ഒന്ന് സ്നിഫ് ചെയ്യാൻ ആരുമില്ലേലോ, നീ കണ്ട സ്വപ്നങ്ങൾ വലുതാ,
നീ ആഗ്രഹിച്ചത് വലുതാ, നീ നടക്കാൻ കൊതിക്കുന്നത് വലുതില്ല. പക്ഷെ ഇവിടെയൊക്കെ നിനക്ക് വേണ്ടി കരുതാൻ ആരുമില്ലല്ലോ. ഈ പകൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാ. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പ്രിയരെ, നാം ചിന്തിക്കാത്തത് ദൈവം നമ്മെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, നാം ഗ്രഹിക്കാത്തത് ദൈവം നമ്മെക്കുറിച്ച് ഗ്രഹിച്ചിട്ടുണ്ട്. ഈ തലമുറയിൽ ധൈര്യത്തോടെ പറയോ, ഞാൻ തകർന്നു പോകില്ല, ഞാൻ തകർന്നു പോകില്ല. എൻ്റെ ഭാവി തകരില്ല, എൻ്റെ ശുശ്രൂഷ തകരില്ല, എൻ്റെ കുടുംബം തകരില്ല, എൻ്റെ ജീവിതം തകരില്ല. കാരണം ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസംഗം ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ജനത്തോട് പറയണം, God is preparing you for a more. Don't limit yourself. ദൈവം നിനക്ക് വലുത് വച്ചിരിക്കുമ്പോൾ, ദൈവം നിനക്ക് ഉന്നതമായത് വച്ചിരിക്കുമ്പോൾ നീ നിന്നെ തന്നെ ചുരുക്കരുത്, നീ നിന്നെ തന്നെ ചുരുക്കരുത്, നിന്റെ ഭാവിയെ ചുരുക്കരുത്, നിന്റെ ദർശനത്തെ ചുരുക്കരുത്. ഇന്ന് പകൽക്കാലം നീ കാണുന്നതിനേക്കാൾ വലുത് നിന്നെക്കുറിച്ച് നിന്റെ ദൈവം കണ്ടിട്ടുണ്ട്. മക്കളെ, നിന്നെക്കുറിച്ച് ദൈവം കണ്ടിട്ടുണ്ട്. അപ്പൻ കാണുന്നതിനേക്കാൾ, അമ്മ കാണുന്നതിനേക്കാൾ വലുത് ദൈവം കണ്ടിട്ടുണ്ട്, വലുത് ദൈവം കണ്ടിട്ടുണ്ട്. ഈ തലമുറയിൽ ദൈവം നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ തലമുറയിൽ നീ വ്യത്യസ്തനാണ്. അടുത്തിരിക്കുന്നവർക്ക് ഇല്ലാത്ത പലതും നിന്റെ കരത്തിലുണ്ട്. അവർക്കില്ലാത്ത പല ക്വാളിറ്റികളും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അവർക്കില്ലാത്ത പല കഴിവും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? ദൈവം നിന്നെ സൃഷ്ടിച്ചത് വ്യത്യസ്തനായിട്ടാണ്, വ്യത്യസ്തനായിട്ടാണ്, വ്യത്യസ്തനായിട്ടാണ്. ഈ തലമുറയിൽ വ്യത്യസ്തനായി നിൽക്കുക. അവൻ നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വലുത് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നീ ചെറുതിലൊതുങ്ങരുത്. കരമുയർത്തി ഒന്ന് പറ, ചെറുതിലൊതുങ്ങരുത്, ചെറുതിലൊതുങ്ങരുത്. വലുത് ദൈവം നിന്നെക്കുറിച്ച് കണ്ടിരിക്കുക, വലുത് ദൈവം നിന്നെക്കുറിച്ച് കണ്ടിരിക്കുക. നിങ്ങൾ ചോദിക്കും, പാസ്റ്ററേ, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ടോ? ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടോ? ഒറ്റ വാക്ക് ഞാൻ പറയാം, ദൈവത്തിന് പ്ലാൻ ഇല്ലെങ്കിൽ നീ ഭൂമി ജനിക്കില്ലായിരുന്നു. ഹലോ, നീ ഭൂമി സൃഷ്ടിക്കപ്പെടത്തില്ലായിരുന്നു. നീ ഹാളിനകത്ത് ഇങ്ങനെ വന്നിരിക്കില്ലായിരുന്നു. ഈ ലൈവിലൂടെ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കില്ലായിരുന്നു. ഈ ഭൂമിയിൽ ജനിച്ചു വീണത് ഏതോ പർപ്പസ് ഇല്ലാതെ സൃഷ്ടിച്ചതല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ വിഷനിലേക്ക് ഈ പകൽ നമുക്കൊന്ന് കയറി വരാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവിക പദ്ധതിക്കകത്താണ്. നിങ്ങൾ ചോദിക്കും, ഭാഷ ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ടോ? ഉണ്ട് പ്രിയരെ, ഉണ്ട്, ഉണ്ട്. God's plans are greater than our plans. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ പദ്ധതികളെക്കാൾ വലിയവയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം ഒന്ന് വായിക്കാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം, അതിൻ്റെ 8-9 വാക്യങ്ങൾ. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം, അതിൻ്റെ 8-9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: For my thoughts are not your thoughts, neither are your ways of my words, declares the Lord. നിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ കുഞ്ഞേ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, ദൈവത്തിനൊരു വിഷൻ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ ഞാൻ പറയാം, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ.
നിന്റെ വഴികളല്ല എൻ്റെ ദൈവത്തിൻ്റെ വഴികൾ. അടുത്തൊരു പദമുണ്ട്, അവ നിന്റെ വഴികളെക്കാൾ നിന്റെ വിചാരങ്ങളെക്കാൾ ഉയർന്നവയാകുന്നു. ഈ പകൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. നിങ്ങൾ കൊതിച്ചൊരു ഭാവിയില്ലേ? നിങ്ങൾ കൊതിച്ചൊരു ആഗ്രഹിച്ചൊരു ശുശ്രൂഷയില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചൊരു വളർച്ചയില്ലേ? നിങ്ങൾ ആഗ്രഹിച്ചൊരു നല്ല കാലമില്ലേ? അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത്, അതിനേക്കാൾ വലുത് സംതിങ് ഗ്രേറ്റർ ഈ പകൽ നിനക്ക് വേണ്ടി എന്റെ ദൈവം കൈമാറുകയോ. ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലല്ല, ഇത് ദൈവത്തിന്റെ ആത്മാവിനോ ഈ തലമുറയിൽ ആരാധിച്ചു സ്തുതിക്കേറ്റെടുക്ക. നമ്മൾ കണ്ടതല്ല, നമ്മൾ കണ്ടതല്ല, അതിലും വലുത്, അതിലും വലുത്, അതിലും വലുത്. നമ്മൾ കൊതിച്ചതുപോലെ ഒരു ശുശ്രൂഷയല്ല, നമ്മൾ കൊതിച്ചതുപോലെ ഒരു ആരാധനയല്ല, അതിലും വലുത് ഈ പകൽ എന്റെ ദൈവത്തിന്റെ മേൽ കൈമാറുകയാ. ഓ കരമടിക്കുന്നെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, ഈ പകൽ ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടോ, ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് അവിടെ ഭാവിയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അർഹതയില്ലാത്ത ദൈവിക നിയോഗങ്ങൾ നിന്റെ കൂടാരത്തെ തേടി വരുന്നു. അബ്രഹാമിന്റെ കൂടാരത്തെ തേടി ദൂതന്മാർ ഇറങ്ങി വന്നതുപോലെ ഈ തലമുറയിൽ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ചവ. അർത്ഥവാല ധൂരാധാര ഘടക ശാര ധാര ധാര ഓ റിമാന ധാര ധാര എന്നും നീ ചെറ്റപ്പുരക്കകത്തൊതുങ്ങില്ല കുഞ്ഞ്. എന്നും ഈ കൈ നീട്ടി ജീവിക്കേണ്ട ഗതികേട് വരില്ല. ഇതെല്ലാം മാറോ, ഈ വേദന മാറോ, ഈ ഞെരുക്കം മാറോ. കാരണം എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളല്ല, നിന്റെ വഴികൾ എന്റെ വഴികളല്ല. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കുറിച്ച് വിചാരിച്ച ദൈവിക പദ്ധതികൾ ഈ പകൽ റിവീൽ ചെയ്യുകയാണ്. തൊടുന്നു കേട്ടോ, തൊടുന്നു, തൊടുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി തൊടുന്നു. ശത്രു ഒതുക്കിയ ചിലവിന് എന്റെ ദൈവ പൊളിച്ചു പുറത്തെടുക്കുക. ഓ പട്ടണങ്ങൾക്കകത്ത് ഉപയോഗിക്കപ്പെടേണ്ട ചിലവ്, രാജ്യങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശബ്ദമാകേണ്ട ചിലവ് ഈ പകൽ ദൈവം തൊടുക. ഇവിടെ ആരാധന വെളിപ്പെടുമ്പോ കിലോമീറ്ററുകൾക്കപ്പുറം, രാജ്യങ്ങൾക്കപ്പുറം, വേഷങ്ങൾക്കപ്പുറം ദൈവിക വിടുതൽ നൽകുകയാണ്. ഓ ശാവാരാവ അർത്ഥാബാല ധൂരാചാര ഘടകാചാര തുരവൈഡബരകബേരീബല ഓ ശാരാബാര അർത്ഥുരവൈഡബരകബേരീബല വൈക്ഷബലംദര ഘടക ഛാബാല അർത്ഥാബാല റീഖാമാന റീബാരാദ ശേരേദേരെ റീഖാമാന ധീരാധാര. കത്തുന്നു, കത്തുന്നു ഈ പകൽ ചിലവ്. ഓ റിവാരാഗ റിഖാമാന നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കത്തില്ലെന്ന്, ദൈവം ആഗ്രഹിച്ച പദ്ധതിയിൽ എത്തിക്കപ്പില്ലെന്ന് വെല്ലുവിളിച്ചു നിന്റെ കൈമേൽ കടിച്ചിരിക്കും ചില അണലികളെ, കുടഞ്ഞുകളെ തീയിൽ ഈ പകൽ കുടഞ്ഞുകളോ ചില ഇന്നു പകൽ നിന്റെ മുന്നിൽ തുറന്നു വരൂ, ചില ഇന്നു പകൽ നിന്റെ മുന്നിൽ തുറന്നു വരൂ. പട്ടണങ്ങൾ തുറക്കൂ, രാജ്യങ്ങൾ തുറക്കൂ. ഓ ശബാരാധ അർത്ഥന വൈഡവ ഉഷാവാരാധാരാധാര ഓറിബാലധരഘടക എന്നറിയില്ല. അസാധാരണമായ ഒരു സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങളുടെ ശിരസിന്റെ മേൽ കൈവയ്ക്കുമ്പോൾ ഒരു ദൂത് കൈമാറാ. നീ വിചാരിച്ചതിനേക്കാൾ വലുത്, നീ ആഗ്രഹിച്ച വഴിയേക്കാൾ വലുത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് കുഞ്ഞെ. എൻ്റെ ദൈവം നിന്റെ ഭാവിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ദൈവം നിന്റെ ശൂന്യതകൾക്കകത്ത് ഒരുക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നിന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഈ പകൽ കരയും അവനോട് ദൂത്. നമ്മളൊക്കെ നമ്മളെക്കുറിച്ച് സ്വപ്നം കാണുന്നത് ഏറ്റവും വലുതേ കാണാറുള്ളൂ അല്ലേ? ഏറ്റവും വലുതല്ലേ കാണാറുള്ളേ? ആരെങ്കിലും ചെറുത് കാണോ?
ഒരുപക്ഷെ അടുത്തിരിക്കുന്നവർ നമ്മളെക്കുറിച്ച് കണ്ടാൽ നമ്മൾ ചെറുതേ കാണും. അവൻ്റെ കഴിവ്, അവൻ്റെ സൗന്ദര്യം, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ശക്തി, അവളുടെ പഠിത്തം, മിടുക്ക്, ഇതൊക്കെ നോക്കി അടുത്തിരിക്കുന്നവർ നിനക്ക് വേണ്ടി നിന്നെ ഒരു പരിമിതപ്പെട്ട രീതിയിലെ നിനക്ക് വേണ്ടി ഒരു ഭാവി ചിന്തിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഇന്നു പകൽ നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, എൻ്റെ സൗന്ദര്യം, എനിക്കെന്തൊക്കെയുണ്ടോ അതൊക്കെ വച്ചേ നിങ്ങൾ ലിമിറ്റ് ചെയ്തല്ലേ ചിന്തിക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്നു പകൽ ഞാൻ എന്നെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ, ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് വേണ്ടി വഴികളെ തുറക്കണമെന്ന് ആഗ്രഹിച്ചാൽ, എൻ്റെ നല്ല കാലത്തെ പറ്റി ഞാൻ സ്വപ്നം കണ്ടാൽ, ആരും കാണാത്ത വലുതല്ലേ കാണൂ, അല്ലേ യോപാസ അല്ലേ? നമ്മൾ ആഗ്രഹിച്ച വലുതല്ലേ കാണൂ. വലിയ ശുശ്രൂഷ, വലിയ വേദികൾ, വലിയ ഉണർവുകൾ, വലിയ ദൈവിക പ്രവർത്തികൾ, ദൈവത്തിന് വേണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ആത്മതലമല്ലേ കാണൂ. പക്ഷെ എൻ്റെ ദൈവം പറയുക, നീ കണ്ടതിലും വലുത്, നീ വിചാരിച്ചതിലും വലുത്, നീ കാത്തിരുന്ന വഴിയിലും വലുത് നിന്നെ കുറിച്ച് എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ സാഹചര്യത്തിനകത്ത് ആരുടെയൊക്കെ മുൻപിൽ കൈ നീട്ടാൻ വേണ്ട അവസ്ഥകൾ വന്നപ്പോൾ, ആരുടെയൊക്കെ മുൻപിൽ എല്ലാം തകർന്നവനായി നിൽക്കേണ്ടി വന്നപ്പോൾ, നിന്റെ ജീവിതത്തെ നോക്കി പലരും മാർക്കിട്ട് കാണും. അവൻ്റെ ശുശ്രൂഷ അത്രയേ ഉള്ളൂ, അവളുടെ ഭാവി അത്രയേ ഉള്ളൂ, അവളുടെ കുടുംബം ഇങ്ങനെ തകരും, അവളുടെ തലമുറയ്ക്ക് ഇത് സംഭവിക്കും, അല്ലോ അവരിങ്ങനെ തീർന്നു പോകും. 100 കണക്കിന് വിചാരങ്ങൾ ലോകം നിന്നെ കുറിച്ചിട്ടെങ്കിൽ ഇന്നു പകൽ എൻ്റെ ദൈവം നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ട്. God has a thought for you. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ട്. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. 2024 കരമുയർത്തി പറ, ഞാൻ ചില ദൈവത്തിൻ്റെ വഴികൾ കാണും, ഞാൻ ചില ദൈവത്തിൻ്റെ വിചാരങ്ങൾ കാണും, ഞാൻ ചില ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ പോകുക. ആ കാലിലൊന്ന് കൈവച്ചിട്ട് പറ, ദൈവം എന്നെ കുറിച്ച് കണ്ട, എനിക്ക് വേണ്ടി ഒരുക്കിയ വഴികളിലൂടെ 2025 ഞാൻ നടക്കാൻ പോകുക. എന്റെ സഭ നടക്കാൻ പോകുക, എന്റെ ശുശ്രൂഷ നടക്കാൻ പോകുക, എന്റെ ഭാവി നടക്കാൻ പോകുക. മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളെ ചുരുക്കരുത്. അയ്യോ, വാർദ്ധക്യമായില്ലേ, ആരോഗ്യമില്ലല്ലോ, രോഗമല്ലേ, നോ നോ നോ. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ നീ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പട്ടണങ്ങൾ പിടിക്കപ്പെടും. കഴിഞ്ഞ 2 ആഴ്ചകൾക്കാണ് മുമ്പേ ആണെന്ന് തോന്നുന്നു, ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യന്റെ അനുഭവം ഞാൻ പറഞ്ഞു. ഏത് ചർച്ചിലെന്ന് ഞാൻ ഓർക്കുന്നില്ല. തൻ്റെ ഭജനമാമെ, തൻ്റെ ചരിത്രം പറയുന്നത് 70-ാമത്തെ വയസ്സിൽ, എത്രാമത്തെ വയസ്സിൽ? 70-ാമത്തെ വയസ്സിൽ ഓർഫണേജ് മാത്രം നടത്തി വിശ്വാസത്താൽ പ്രാർത്ഥിച്ച് ദിനവും 6-7 മണിക്കൂർ കണ്ണുനീരോടെ കരയുന്ന ഭക്തനോട് പറഞ്ഞു, 70-ാമത്തെ വയസ്സിൽ ദൈവം പറയുക, ആമേ, ഐ ഹാഡ് എ തോട്ട് ഫോർ യു. ദൈവമേ, എനിക്ക് നിന്നെക്കുറിച്ചൊരു വിചാരമുണ്ട്. ഹല്ലേലൂയ. ജോർജ് മുള്ളർ ചോദിച്ചു, എന്നാ വിചാരപ്പ? ജോർജ് മുള്ളറോട് പറഞ്ഞു, 70 വർഷം 10,000 കുഞ്ഞുങ്ങളെ ഓർഫണേജിൽ നീ വളർത്തിയില്ലേ, മതി മതി, അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എനിക്ക് ഒരു ട്രാവൽ മിഷണറിയായി മാറണം. എന്തായി മാറണം? ട്രാവൽ മിഷണറി. 70-ാമത്തെ വയസ്സിൽ കേട്ട ദൈവശബ്ദം, ആമേ, നീ ഒരു സഞ്ചാര സുവിശേഷകനായി മാറണം. 70-ാമത്തെ വയസ്സിൽ പ്രാർത്ഥിച്ച് താനൊരു ബേഗുമായി, അല്ലോ, തൻ്റെ കൂടാരത്തിനകത്ത് ഓർഫണേജിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ 70-ാമത്തെ വയസ്സിൽ തൻ്റെ ചരിത്രം പറയുന്നു, 24 വർഷം താൻ ഒരു സഞ്ചാര സുവിശേഷകനായ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ആമേ, 70 + 24 94 വയസ്സ് വരെ ദൈവരാജ്യത്തിന് വേണ്ടി താൻ പ്രയോജനപ്പെട്ടു. 24 വർഷം കൊണ്ട് 44 രാജ്യങ്ങൾ സഞ്ചരിച്ചു. എത്ര?
24 വർഷം കൊണ്ട് 44 രാജ്യങ്ങൾ സഞ്ചരിച്ചു. തൻ്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. താൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ 70-ാമത്തെ വയസ്സിൽ 10,000 ഓർഫണേജ് കുഞ്ഞുങ്ങളുമായി തുടങ്ങിയ ആമേൻ ഓർഫണേജ് താൻ മരിക്കുമ്പോൾ 94 വയസ്സുള്ളപ്പോൾ 1,20,000 കുഞ്ഞുങ്ങൾക്ക് ജീവിതോ ആമേ വഴികളോ തുറന്നു കൊടുക്കുക ദൈവം തന്റെ കരത്തെ ശക്തിപ്പെടുത്തി. 70-ാമത്തെ വയസ്സിൽ 10,000, 94 1,20,000. നമ്മളാണെങ്കിൽ ഒരു മക്കളെ വളർത്താൻ എവിടെയൊക്കെ ഓടുന്നേ. ഹലോ, 2 വളർത്തുന്ന പാട് തലയെ വെച്ചിട്ട് എൻ്റെ പൊന്നുവാസേ എനിക്ക്. പക്ഷെ ജോർജ് മുള്ളർ ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിറക്കി വിട്ടത് 1,20,000. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാൻ പ്രായം ഒരു വിഷയമല്ല. 44 രാജ്യങ്ങൾ സഞ്ചരിച്ചു. എന്തുകൊണ്ട്? പ്രായം ഒരു വിഷയമല്ല. നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലുണ്ടോ? ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ എന്നേ നീ വൃക്ഷത്തിന് വളമായനെ, എന്നെ മൂക്കിനകത്ത് പഞ്ഞി വെച്ച് കിടന്നേനെ, 6 അടി മണ്ണിനകത്ത് ഒതുങ്ങിയേനെ. ഇന്നും മരിക്കാതിരിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ പറ, ദൈവം എന്നെ കുറിച്ച് കണ്ടത് വലിയവയാണ്. ഞാൻ കണ്ടതിനേക്കാൾ, എൻ്റെ കുടുംബക്കാർ കണ്ടതിനേക്കാൾ, വേഷക്കാർ കണ്ടതിനേക്കാൾ, സഭക്കാർ കണ്ടതിനേക്കാൾ വലുത് എൻ്റെ ദൈവം എന്നെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ആരോടൊക്കെ ദൈവമാണ് പ്രവചിക്കുക. അങ്ങനെ പറയുന്ന നിന്റെ ജീവിതത്തിൽ 2025 അവർണ്ണനീയമായ വടികൾ, അവർണ്ണനീയമായ വാതിലുകൾ, അവർണ്ണനീയമായ ദൈവിക വിശാലതകൾ എന്റെ ദൈവം ചെയ്യാൻ പോകുക. വേഗത്തിൽ ചിലത് സംഭവിക്കും കേട്ടോ. ആരോടും അറിയില്ല. ദൈവാത്മാവ് പ്രവചിക്കുക. വേഗത്തിൽ ചില വഴിത്തിരിവുകൾ ദൈവാത്മാവ് ചെയ്യുക. ചില റീറൂട്ടിംഗ് ദൈവാത്മാവ് ചെയ്യുക. ചില ദൈവിക പദ്ധതിയിലേക്ക് റീഡയറക്ട് ചെയ്യുക. ഇന്ന് പകൽക്കാലം ചില ടേണിംഗ് പോയിന്റുകൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ജീവനവൈഡേ റീമാനാദ ഷാരാരാഖ റീധേരേഖേ റീമാനാദ ആരാറേബോലോ ഷാരാദ റിഗദോ റിബലേ ഋതുലേ ഉറിഗാദാര ഛാരാധാര ധാരാധാര. ഇന്ന് പകലിതോ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതൊക്കെ വഴികൾ അടഞ്ഞ് ഒരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു വാതിൽ തുറന്നു വരാൻ വേണ്ടി കരയുക ആരൊക്കെ ഈ സന്ദേശം കേൾക്കാൻ പോകുക അവരോട് ദൈവാത്മാവ് ഇടപെടുക. ഈ പകൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി നീ ചിന്തിക്കാത്തവണ്ണം ഉയർന്ന വഴികൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാണ്. പട്ടണങ്ങൾ ഇളകി. രാജ്യങ്ങൾ നിന്നെ തേടി വരുന്നു. പട്ടണങ്ങൾ നിന്നെ തേടി വരുന്നു. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്നൊരു തലമുറ എഴുന്നേറ്റ് വരുന്നു. അനേകരെ ദൈവത്തിലേക്ക് വാർത്തെടുക്കുക, അഭിഷേകം കൈമാറുക, ആത്മനിയോഗത്തോടെ അനുഗ്രഹിക്കുക. ഈ പകൽ നിന്റെ അപരത്തെ ദൈവം ശക്തിപ്പെടുത്തുകയാണ്. ഓ ശാബാരാധാരി ഖാബാലാധാരാധാരാരഗാമന ശാരാധാര റിഖാബാല വിബരവൈഡേ അർത്ഥരവൈഡ ശാരാധാരാധാരാധാരാധാരാധാര റീബലവൈഡ പരത്തരവൈഡ പരകബേരി ദലഘടക ചുരവാരി ബലഘടക അർത്ഥാബാല ക്ഷീരവരഗന്ധേ ശാരാധാര റിഖാമാന ധീരം ധാര വൈഡാമാന ധീരാദൂരേ ശാരാധാര. പട്ടണങ്ങൾ പിടിക്കപ്പെടുന്നു കേട്ടോ. ഈ ആലയത്തിന് വേണ്ടി പട്ടണത്തിന്റെ നടുവിൽ
ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുകയാണ്. ഒരു ബെഥസ്ദയിലേക്ക് ദൈവം ഇതിനെ ലിഫ്റ്റ് ചെയ്യുകയാണ്. കൂട്ടമായ സ്നാനങ്ങൾ നടക്കത്തക്ക നിലവാരത്തിൽ, കൂട്ടമായി ദൈവജനം ഓടി കയറത്തക്ക നിലവാരത്തിൽ, അനേക യൗവനക്കാർ ഇടിച്ചു കയറത്തക്ക നിലവാരത്തിൽ ഇവന്റെ അഭിരുകളെ ദൈവം പൊളിക്കുക, ഇവന്റെ അഭിരുകളെ ദൈവം വിശാലമാക്കുക, പലരെയും ദൈവ ശുശ്രൂഷകന്മാരാ എഴുന്നേൽപ്പിക്കുകയാണ്. നീ ചോദിക്കുമ്പോഴും മിനക്കുമ്പോഴും അത്യന്തപരമായി നിനക്ക് വേണ്ടി ചെയ്തു വരാൻ കഴിയും. ആ ദൈവശക്തി ഇവനകത്ത് വ്യാപരിക്കുന്നുണ്ട്. കൂടപ്പിറപ്പ് ദൈവദാസന്മാരെ, ദൈവദാസിമാരെ പിടിക്കാമെങ്കിൽ ആത്മധൈര്യത്തോട്, ആത്മബലത്തോട് ഫിലിമിന്റെ ആത്മാവിൽ കയറി. ഓ ശാബ അർത്ഥന വൈഡ ധീരന്ധാര റീബല വൈഡ ശാരാധാര. കരമടിക്കുമെങ്കിൽ മമ്മായി, അന്യഭാഷ പറയുമെങ്കിൽ മമ്മായി. ഈ പകൽ ദൈവാത്മാവ് ആരെയൊക്കെ തൊടുന്നു കേട്ടോ. ഓ നിന്റെ കൂടാരത്തിനകത്ത് ദൈവ സാന്നിധ്യം. ഓ ധീരാധാര ധീരാധാര ശാരാധാര വൈഡാബാല ധീരാധാര ശാരാധാര റിഖമാന ക്ഷീരാധാര ധാരാധാര ശാരാധാര ധീരാധാര ശാരധാര ശാരധേര റിഖവാല ശാരധാര ശാരവാ ലഖമേ ധുരാവാല ശാരാധരാകൾക്കമ. ഞാൻ കൊതിക്കുന്നു നമ്മൾ ഈ ആലയത്തെക്കുറിച്ച് കണ്ടതിനേക്കാൾ വലുത് ദൈവം ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത്, കർത്താവേ ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് ചർച്ചായി മാറ്റണം, ഒരു ഇന്റർനാഷണൽ ചർച്ചായി മാറ്റണം. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ വിചാരങ്ങളെക്കാൾ വലുത്, നിന്റെ വിചാരങ്ങളെക്കാൾ വലുത്. ദൈവദാസന്മാരെ, നമ്മുടെ വിചാരങ്ങളെക്കാൾ വലുത്. ദൈവമക്കളെ, നമ്മുടെ വിചാരങ്ങളെക്കാൾ വലുത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. ഓ ശാബാരാധ. വിശ്വസിക്കാമോ? ഈ വേദന തകർക്കില്ല, ഈ ഒറ്റപ്പെടൽ തകർക്കില്ല, ഈ ഞെരുക്കം തകർക്കില്ല, ഈ ശൂന്യത തകർക്കില്ല. ഇതിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഓ റാബാരാധന ശാരാധരഘടകധര ഓ ശാബാരാധലഘടക അസാധാരണമായൊരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. പ്രിയരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നമ്മുടെ പ്ലാനിനേക്കാൾ വലുതാ, വലുതാ. യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം, യിരെമ്യാവിൻ്റെ പുസ്തകം, ദി പ്രൊഫറ്റിക്കൽ ബുക്ക് ഓഫ് ജെറമ്യ, chapter 29 verse 11. യിരെമ്യാവിൻ്റെ പുസ്തകം 29:11 ഇങ്ങനെ പറയുന്നു, God's plan for us are far beyond human understanding. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാൾ, ഓ നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ, മനുഷ്യൻ കണ്ടതിനേക്കാൾ, മനുഷ്യൻ വിലയിട്ടതിനേക്കാൾ, മനുഷ്യൻ നിന്നെ കണ്ട് മാർക്കിട്ടതിനേക്കാൾ, മനുഷ്യൻ നിന്നെ നോക്കി പറഞ്ഞൊരു ഭാവിയില്ലേ, അതിനേക്കാൾ വലുത്, ബിയോണ്ട് ദാറ്റ്, അതിനേക്കാൾ വലുത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്, നിന്റെ കൂടാരത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ട്, നിന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. കരയുമ്പ മാതാവേ, നിന്റെ വിലവിളിയുടെ മടിയിൽ എന്റെ ദൈവം ചില ഒരുക്കമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു ദൈവദാസി, ഒരു കുഞ്ഞ് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്റേ, ഞാൻ ജോർജിയയിൽ MBBS പഠിക്കാൻ പോയി. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ ഞാൻ അവിടെ ചെന്നപ്പോൾ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. എത്തേണ്ട സമയത്ത് എത്താൻ പറ്റിയില്ല. എൻ്റെ കൂടെ ആ കോഴ്സിന് എത്തേണ്ട സമയം കഴിഞ്ഞ് എൻ്റെ കൂടെ എത്തിയവരൊക്കെ 1 വർഷം മുൻപിലോട്ട് പോയി. ഞാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് 1 വർഷം താമസിച്ച് അവിടെ എത്തിയേ. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ആ ജോർജിയയിൽ കോളേജിൽ റാഗിങ് സഹിക്കാൻ കഴിയാതെ ഒറ്റയ്ക്കിരുന്ന്, ഒരു മലയാളി പോലും ഇല്ലാതെ ഒറ്റയ്ക്കിരുന്ന് കരയേണ്ട അവസ്ഥ വന്നു. ഒറ്റയ്ക്കിരുന്ന് കരയേണ്ട അവസ്ഥ വന്നു. റാഗിങ് കഠിനമായപ്പോൾ താൻ മെന്റലി ഇല്ലായി, തീവ്രമായ ഡിപ്രഷനിലേക്ക്, ഒറ്റപ്പെടലിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്ക് കടന്നുപോയി. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ആ വേദനയ്ക്കകത്ത് ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ശരീരത്തിനകത്ത് ഫിക്സ് വരാൻ തുടങ്ങി. തൻ്റെ ശരീരത്തെയൊക്കെ ഫിക്സ് വന്ന് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ കഴിയാതെ സംഭവം മുഴുവനും ഭീകരമായി തുടങ്ങിയപ്പോൾ വീട്ടുകാരിതറിഞ്ഞിട്ട് തന്നെ തിരിച്ച് സൗദിയിലേക്ക് കൊണ്ടുപോയി. അവർ പറയുന്നത് ഇങ്ങനെയാണ്, പക്ഷെ 1.5 വർഷം കഴിഞ്ഞു, എൻ്റെ പഠിത്തം പാതി വഴി നിന്നു. ഇനി എനിക്ക് അവിടെ പഠിപ്പിക്കാമെന്നാണ് പറയുന്നത്. എനിക്കൊരു നല്ല ഭാവി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫിക്സ് എന്ന രോഗം എന്നെ വിട്ട് മാറുന്നില്ല. ഡെയിലി ഞാൻ മരുന്ന് കഴിച്ചാണ് ജീവിക്കുന്നത്. നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർക്കൊരു ഭാരമായി തുടങ്ങി. പാസ്റ്റർ മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്, എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആത്മാവിലൊരു ദൂത് കൈമാറിയപ്പോൾ അറിയാണ്ട് ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ അവസാനം പറഞ്ഞു നിർത്തി, മകളെ, നിന്നെ ആ ഉലകത്തിലാരും നിന്നെക്കുറിച്ച് മാർക്കിട്ടതിനേക്കാൾ വലുത്, ഉലകത്തിലാരും നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഭാവി ഒരുക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി കരുതൽ ഒരുക്കുന്നുണ്ട്. ബൈബിളിലെ എൻ്റെ പിതാവ് എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, ബാല്യത്തിൽ യൗവനത്തിൽ നുകം ചുമക്കുന്നവൻ ഭാഗ്യവാനെന്നാണ്. ഭാഗ്യവാനാണ്. യൗവനകാലത്ത് ചില ഞെരുക്കങ്ങൾ, യൗവനകാലത്ത് ചില മുറിവുകൾ, യൗവനകാലത്ത് ആർക്കുമില്ലാത്ത ചില വേദനകൾ, ബാല്യത്തിൽ ആരും ഫേസ് ചെയ്തിട്ടില്ലാത്ത ചോദ്യചിഹ്നങ്ങൾ നിന്റെ ഭാവിക്ക് മുൻപിൽ, വിദ്യാഭ്യാസത്തിന് മുമ്പിൽ കടന്നു വരുമ്പോൾ ധൈര്യമായിരിക്കുക, വലിയവ ഒരുക്കിയിട്ടുണ്ട്. God is preparing you. ദൈവം നിന്നെ മിനയുകയാണ്, ദൈവം നിന്നെ പ്രിപ്പയർ ചെയ്യുക. വലുത് നിന്റെ കരത്തിൽ തരാ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഈ പകൽ വലുത് നിന്റെ കരത്തിൽ തരാ. എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്തു തരും പ്രിയരെ? വലിയ ദൈവ പദ്ധതികൾ, വലിയ ദൈവ പദ്ധതികൾ നമുക്ക് വേണ്ടി എൻ്റെ ദൈവം തരും. ഹല്ലേലൂയ. God's plan for us are beyond human understanding. ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ഭാവി നിനക്കുണ്ടാകും. ആത്മാവിൽ ഇത് പിടിക്കാമോ? ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത, വണ്ടറായി നിൽക്കുന്ന, അയ്യോ ദൈവമേ, ഇത് എങ്ങനെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, അതുപോലുള്ള ഉയർച്ചകൾ നിന്നിൽ വെളിപ്പെടും. അതുപോലുള്ള ശുശ്രൂഷകളുടെ വളർച്ചകൾ വെളിപ്പെടും. അതുപോലെ നിന്റെ സഭ വളരും. അതുപോലെ നിന്റെ കരം കൊണ്ട് അനേക അഭിഷിക്തന്മാർ പുറത്തു വരും. അതുപോലെ ജനതലമുറകൾ, ഒരു ജനറേഷൻ നിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തു നിൽക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ 100ക്ക് 118 പിടിക്കുക. ഇത് നമ്മുടെ തലമുറയിൽ കാണും.
ഈ ജനറേഷൻ കാണും, ഈ ഭാരതം കാണും, ലോകരാജ്യങ്ങൾ കാണും, വൻകരകൾ കാണും. എന്ത് ദൈവം നമ്മെ ഉയർത്തുന്നവ, ദൈവം നമ്മുടെ ശുശ്രൂഷ ഫ്ലറിഷാക്കുന്നത്, ദൈവം നമ്മുടെ സഭയെ വലുതാക്കുന്നത്, അസാധാരണമായ ദൈവിക പദ്ധതികൾ നമ്മിൽ മുമ്പ് വെളിപ്പെടുമ്പോ ശൂന്യമയിൽ ആരംഭിച്ചതുപോലെ ദൈവം വലിയ മഹത്വത്തോടെ പൂർത്തീകരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരേ, ഇന്നത്തെ അവസ്ഥ കണ്ട് മനുഷ്യൻ നിന്നെ കുറിച്ച് കണ്ടത് കണ്ട് നീ ഒതുങ്ങരുത്. അബ്രഹാമിനെ ദൈവം വിളിച്ചത് ഒരു രാജ്യമാക്കാന്ന. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ അബ്രഹാമിനോട് പറഞ്ഞു, നീ എല്ലാം വിട്, ഞാൻ നിന്നെ ഒരു രാജ്യമാക്കാം. ഐ വിൽ മേക്ക് യു എ നേഷൻ, ഞാൻ നിന്നെ ഒരു രാജ്യമാക്കാം. അബ്രഹാമിന് സ്വപ്നം കാണാൻ കഴിയില്ല. ഒരു കൂടാരം അടിക്കാനുള്ളൊരു ചെറിയ ടെൻറ്റും, ചെറിയൊരു ടെൻറ്റും, കൂടെ വരാൻ കുറച്ച് ആൾക്കാരും, നാളെ എന്തെന്നറിയാത്തൊരു ജീവിതം. സ്വപ്നം കാണാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ പറയും പോലെ മുകളിലാകാശം താഴെ ഭൂമി, ഒന്നുമില്ല. ഭക്തൻ വിശ്വാസത്താൽ ഇറങ്ങുക. പക്ഷെ ഒരു വാക്തത്വമുണ്ട്, ഞാൻ നിന്നെ ഒരു രാജ്യമാക്കും. ദൈവം വിളിച്ചപ്പോൾ, ദൈവം ഇറങ്ങാൻ പറഞ്ഞപ്പോൾ, ദൈവ സ്നാനപ്പെടാൻ പറഞ്ഞപ്പോൾ, ദൈവകൃപയിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ, കൂട്ടുകാർ ലോകത്തിൻ്റെ പിന്നാലെ പോയപ്പോൾ, നിന്റെ കൂടെ പഠിച്ചവർ വേറെ പലതിനും പോയപ്പോൾ, നീ ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നില്ലേ? ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നില്ലേ? ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ച് നിൽക്കുന്നില്ലേ? എൻ്റെ ദൈവം നിന്നെ മാനിക്കാതെ ആര് മാനിക്കും? എൻ്റെ ദൈവം നിന്നെ ഉയർത്താതെ ആരെ ഉയർത്തും? നിന്നെ പോലെ കഴിവില്ലാത്തവർ, നിന്നെക്കാൾ പഠിത്തമില്ലാത്തവർ പലരും ലോകത്തിൽ പല നിലയിലെത്തിയിട്ടും ഈ പകൽ എൻ്റെ ദൈവത്തിന് വേണ്ടി നീ നിൽക്കുന്നില്ലേ? കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തുമെന്ന് പറഞ്ഞ്, കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞ്, എൻ്റെ ദൈവം നിന്നെ മാനിക്കാതെ ആരെ മാനിക്കും? അതുകൊണ്ടാ ഭക്തൻ പറഞ്ഞത്, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു വരുവാ, യാകെ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ സ്വസ്ത്യർഘമേ. ഞാൻ ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് കുറേ ചോദ്യങ്ങൾ ഓടി വന്നപ്പോൾ എൻ്റെ ദൈവാത്മാവിനോട് പറഞ്ഞതാ, ദൈവം ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിയില്ല അബ്രഹാമിനെ പോലെ, ദൈവം നിൽക്കാൻ പറഞ്ഞപ്പോൾ നിന്നില്ലേ, ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ പ്രസംഗിച്ചില്ലേ, ദൈവത്തിന് വേണ്ടി പാടാൻ പറഞ്ഞപ്പോൾ പാടിയില്ലേ? അനേകർ ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞിട്ട് കഴിവുള്ളവർ പോയിട്ട്, സൗന്ദര്യമുള്ളവർ പോയിട്ട്, പലരും ശുശ്രൂഷ വേണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇന്നും ദൈവകൃപയിൽ നിൽക്കുന്നില്ലേ? അപ്പോൾ ദൈവം നിന്നെ ഉയർത്താതെ ഇരിക്കുമോ? ദൈവം നിന്നെ മാനിക്കാതിരിക്കുമോ? അബ്രഹാമേ, ഞാൻ നിന്നെ ഒരു രാജ്യമാക്കാതിരിക്കുമോ? നിന്റെ സംഭവി പുരാതന ശൂന്യങ്ങൾ പണിയാതിരിക്കുമോ? നീ കാൽ ചവിട്ടുന്ന വേഷം ഞാൻ നിനക്കും നിന്റെ സംഭവിക്ക് അവകാശമാക്കാതെ ആക്കി തരാതിരിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞത് എന്നറിയാമോ? അബ്രഹാമേ, നീ കുറുകയും നെടുകയും നടക്ക്, നീ കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശത്തെ തരും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ഇത് മകൾ ചലഞ്ച് ചെയ്യാമോ? ദൈവത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ ദൈവം നിന്നെ ദൈവരാജ്യം പണിയുന്നവനാക്കും. അബ്രഹാമിനോട് അവനെ രാജ്യമാക്കുമെന്ന് പറഞ്ഞെങ്കിൽ പുതു നിയമത്തിൽ ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത്, ഞാൻ ദൈവരാജ്യം പണിയാൻ ഞാൻ നിന്നെ ഉപയോഗിക്കാം. പത്രോസേ, നീ മത്സ്യത്തെ പിടിക്കുന്നവരല്ല, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം.
ഓ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം നിന്നിലൂടെ ഞാൻ ഇടാം. ഓ ഇന്ന് പകൽക്കാലം ദൈവരാജ്യ നമ്മിലൂടെ വെളിപ്പെടണം. കൊതിയുണ്ടോ? നീ നടക്കുന്ന സ്ഥലം ദൈവം അറിയപ്പെടണോ? ഓ നീ പോകുന്ന ഭവന ദൈവത്തിനാൽ പിടിക്കപ്പെടണ. ഈ പാളയം പട്ടണ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി അറിയപ്പെടുന്നു. ഈ പാളയം പട്ടണ ഏതോ പാസ്റ്റ് ഹിസ്റ്ററിക്കകത്തല്ല, ദൈവ മഹത്വം ഇറങ്ങിയ ഒരു ഉണർവിന്റെ പട്ടണമായി ആളുകളിൽ ഈ സഭ അതിനൊരു മുഖാന്തരമായി എന്നറിയോ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമോ? ഞാൻ കൊതിക്കുന്നു തിരുവനന്തപുരം പട്ടണം ദൈവസഭയുടെ പേരിൽ അറിയപ്പെടട്ടെ, ഉണർവിന്റെ പേരിൽ അറിയപ്പെടട്ടെ. അലോ അലോ വെയിൽസിൽ ഒരു ഭക്തനായ മനുഷ്യൻ കണ്ണുനീരോടെ കരഞ്ഞു. ആ പട്ടണം അറിയപ്പെടുന്ന ആ മനുഷ്യന്റെ പേരില, വെയിൽസിലെ ഉണർവ്. അലോ ഒരു ബൈബിൾ കോളേജിനകത്ത് ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ബാല്യക്കാരി ഒരു പെൺകുട്ടി ചോദിച്ചു, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് സാറേ ഞങ്ങളിൽ വെളിപ്പെടത്തില്ലയോ? നാളത്തെ പകൽ അഗ്നിനാവോടുകൂടെ ആ ക്ലാസ് റൂമിക്കകത്ത് ദൈവശക്തി വെളിപ്പെട്ടു. ആ ദൈവശക്തിയുടെ ഉണർവാണ് ഈ പാളയത്ത് ഇന്ന് പകലും വെളിപ്പെടുന്നത്. അതിന്റെ പേരാണ് പെന്തക്കോസ്ത് ഉണർവ്. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിന് വേണ്ടി നടക്കാമോ? ദൈവം ശക്തമായി പട്ടണങ്ങളെ പിടിക്കാൻ ദൈവം നമ്മെ ഉപയോഗിക്കും, രാജ്യങ്ങളെ പിടിക്കാൻ നമ്മെ ഉപയോഗിക്കും. ഇന്ന് പകൽക്കാലം അബ്രഹാം ഒന്നുമില്ലായ്മയിൽ ഇറങ്ങി. ഹലോ, ഒന്നുമില്ലായ്മയിൽ ഇറങ്ങി എൻ്റെ ദൈവം അവനെ ഒരു രാജ്യമാക്കി മാറ്റി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അടുത്ത വചനം പറയുന്നു, യോസേഫ് ഒരു അടിമയായിരുന്നു. യോസേഫ് ഒരടിമയായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, മനുഷ്യൻ നിന്നെ കണ്ടതിനേക്കാൾ വലുത് ദൈവം കണ്ടിട്ടുണ്ട്. മനുഷ്യൻ നിന്നെ കണ്ടതിനേക്കാൾ വലുത് നിന്നെ കണ്ടിട്ടുണ്ട്. സഹോദരന്മാർ അവനെതിരെ അവൻ്റെ വസ്ത്രം വലിച്ചു കീറി ഒരടിമ വേഷം ധരിച്ച് പൂർണ്ണനഗ്നായ അടിമ ചന്തയിൽ നിന്നവൻ 20 വെള്ളിക്കാശിന് വിറ്റവൻ. ഹലോ, ജയിലറയിൽ അടച്ചിട്ടവൻ. ചരിത്രം പറയുന്നു, ഹലോ, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പോലും പിടിച്ച് കുലുക്കത്തക്ക നിലവാരത്തിൽ ഒരു മന്ത്രി പദത്തിൽ അവനെ ഉയർത്തി. മന്ത്രി പദത്തിൽ ഉയർത്തി. ഫറവോൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ തീരുമാനിക്ക്, ഞാനിവിടെ ഉണ്ട്. ഞാൻ കൊതിക്കുന്നു, പ്രാർത്ഥിക്കുന്നവൻ ചക്രം തിരിക്കട്ടെ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ ശേഷികൾ അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ. ഓ ഭാരതം ഈ ദൈവത്താൽ പിടിക്കപ്പെടട്ടെ. വലിയൊരു ഉണർവ് ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകട്ടെ. ശക്തന്മാരായ വ്യക്തികൾ, വിദ്യാസമ്പന്നന്മാർ ഓടി രക്ഷയിലേക്ക് കടക്കട്ടെ, ഓടി രക്ഷയിലേക്ക് കടക്കട്ടെ. വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആലയത്തിനകത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് എഴുന്നേൽക്കട്ടെ. നമ്മുടെ ആലയത്തിനകത്ത് പാർലമെന്റേറിയൻസ് എഴുന്നേൽക്കട്ടെ. നമ്മുടെ ആലയത്തിനകത്ത് ദൈവത്താൽ പിടിക്കപ്പെടാ ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. യോസേപ്പിനെ ദൈവത്തിന് അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ ഉപയോഗിച്ചുകൂടാ? വചനം പറയുന്നു, ഡേവിഡ് ഹീസ് എ ഷെപ്പേർഡ് ബോയ്, ഇടയനായ ചെറുക്കൻ, ഇടയച്ചെറുക്കൻ. അവൻ ഇസ്രായേലിന്റെ രാജാവായി മാറി. മനുഷ്യൻ നിന്നെക്കുറിച്ച് കണ്ടതല്ല, ദൈവം കണ്ടത് വലിയവയാ. ദൈവം കണ്ടത് വലിയവയാ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ ദൈവഹിതത്തിനകത്ത് നിൽക്കുക. ദൈവം കണ്ട വലിയവ നിന്നിൽ നിറവേറാം. 1-2 വാക്കിൽ ഈ ദൂതിന് ഞാൻ വിരാമം ഇടട്ടെ. ആഴമായ 1-2 ചിന്തകൾ നിങ്ങളോട് എനിക്ക് കൈമാറാനുണ്ട്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം നമ്മെ പണിയുന്നത്, ദൈവിക പദ്ധതിക്കകത്ത് ദൈവം നമ്മെ പണിയുന്നത് പ്രതിസന്ധിക്കകത്ത്, ത്രൂ ചലഞ്ചസ്, പ്രതികൂലങ്ങൾക്കകത്ത്, വേദനകൾക്കകത്തൂടെ, ഞെരുക്കങ്ങൾക്കകത്തൂടെ, ഹലോ, തീക്കകത്ത് പൊന്നൂതി കഴിക്കുന്നത് പോലെ. ഇന്ന് പകൽ ആർക്കുമില്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ടോ? യു ആർ പ്രിപ്പയറിംഗ് ഫോർ സംതിങ്. ആർക്കുമില്ലാത്ത ഞെരുക്കം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടോ? ദൈവം നിന്നെ പണിയുക. ആർക്കുമില്ലാത്ത കണ്ണുനീർ, എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും
ഈ വേദന മാറുന്നില്ലയോ? ദൈവം നിന്നെ പണിയുക, ദൈവം നിന്നെ പണിയുക. എന്തിനെന്നറിയാമോ? മനുഷ്യൻ കണ്ടതിലും വലുതിലേക്ക് നിന്നെ കരം പിടിച്ചുയർത്ത. ഇന്ന് പകൽ പ്രതികൂലത്തെ നോക്കി ഹേ പ്രതികൂലമേ, നീ എന്നെ തകർക്കാൻ ദൈവം വച്ചതല്ല, ദൈവത്തിന് എന്നെ പണിയാനുണ്ട്, ദൈവത്തിന് എന്നെ പണിയാനുണ്ട്. എന്നോട് ദൈവാത്മ പറയുന്നു, ചില പണി പൂർത്തീകരിച്ച് ചിലത് വാഗ്ദത്തത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കാൻ സമയമായി. പണികൾ പൂർത്തീകരിച്ച പ്രതിസന്ധികളെ തരണം ചെയ്ത നല്ല പൊന്നുകളാക്കി, നല്ല തീയമ്പുകളാക്കി കർത്താവ് ഭൂമിയിൽ മറച്ചു വച്ച ചിലവ് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാ. സമയമായി, 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 സമയമായി. ദൈവമിനെ ഉപയോഗിക്കാൻ സമയമാണ്. നിന്റെ മുൻപിൽ വഴികൾ തുറക്കാൻ സമയമാണ്. ദൈവം വച്ചിരിക്കുന്ന പദ്ധതി നിന്നിൽ വെളിപ്പെടാൻ സമയമാണ്. ആരുമില്ലാത്ത ഏകാന്തതയ്ക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞില്ലേ? ആ കാലം തീരാൻ പോകുന്നു, കരഞ്ഞ കാലം തീരാൻ പോകുന്നു. ആരോടും അറിയില്ല. ദൈവാത്മാവിനോട് പറയുന്നത്, രഹസ്യത്തിൽ കരഞ്ഞതിന് പരസ്യത്തിൽ മറുപടി തരാൻ പോകുന്നു. രഹസ്യത്തിൽ കരഞ്ഞതിന് പരസ്യമായി ദൈവത്തിന്റെ വഴികൾ, പരസ്യമായി ദൈവിക പദ്ധതികൾ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ഭാവിയുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷയുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. എന്റെ ദൈവം പറയുക, ചിലരുടെ കഷ്ടകാലം തീരുന്നു, ചിലരുടെ കഷ്ടകാലം തീരുന്നു. നിന്റെ ടെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു. ഇനി നിന്നെ ദൈവം ഉപയോഗിക്കുന്ന സമയമാ. ദൈവിക പദ്ധതിക്കകത്ത് നീ കയറി നിൽക്കുന്ന സമയമാ. കരമുയർത്തിപ്പറ, എൻ്റെ ചലഞ്ചസ് കഴിഞ്ഞു, എൻ്റെ ദൈവം എന്നെ ഉപയോഗിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നറിയില്ല, അസാധാരണമായി ദൈവാത്മാവിനോട് അങ്ങനെ പറയാൻ പറയുന്നു. ചലഞ്ചസ് കഴിഞ്ഞു, പ്രതികൂലത്തിൻ്റെ സമയം കഴിഞ്ഞു, വേദനയുടെ സമയം കഴിഞ്ഞു. ഇനി ദൈവം നിന്നെ ഉപയോഗിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് പറയണം. ഞാൻ വേഗത്തിൽ പോകുക, വിടുക അവിടെയൊക്കെ. അടുത്തൊരു പോയിന്റാ ഞാൻ പറഞ്ഞു, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നിന്നെക്കുറിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട്. നിന്റെ വിചാരങ്ങളെക്കാൾ, നിന്റെ വഴികളെക്കാൾ ഉയർന്നവയാണ്. ബിയോണ്ട് ദി ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. മനുഷ്യൻ നിന്നെക്കുറിച്ച് കണ്ട നിരൂപണങ്ങളെക്കാൾ വലുതാണ്. ഞാനിങ്ങനെ പറയട്ടെ, ആ വലിയവ ദൈവം നിന്നെക്കുറിച്ച് കണ്ടിരിക്കുമ്പോഴേ, ഡോണ്ട് ലിമിറ്റ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ പരിമിതപ്പെടുത്തരുത്. അയ്യോ അങ്ങനൊരു ജീവിതം, നോ നോ നോ, ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ പാടിയാൽ മതി, ഈ ഡിഗ്രി മാത്രം ഒതുങ്ങിയാൽ മതി, ഈ പഠനം പഠിച്ചാൽ മതി, ഇങ്ങനൊരു ജോലി വാങ്ങിച്ചാൽ മതി, ഇങ്ങനെ ഒരു വീട് വച്ചാൽ മതി, ഇങ്ങനെ ഒരു ഭാവി ഉണ്ടായാൽ മതി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവിക പദ്ധതിയെ നിങ്ങൾ പരിമിതപ്പെടുത്തരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ പകൽക്കാല ദൈവം വലിയവ കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് അത് പരിമിതപ്പെടുത്തി ജീവിച്ചൊന്നുമാകാതെ മരിച്ചുപോയ നൂറുകണക്കിന് പേരുടെ ചരിത്രം നമ്മുടെ പിന്നിൽ കിടക്കുമ്പോൾ ഈ തലമുറയിൽ പറ, നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം കണ്ടത് ഒരു കാരണവശാൽ നമ്മൾ പരിമിതപ്പെടുത്തത്തില്ല. ദൈവം എന്ത് കണ്ടോ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ, അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിറവേറാ ഈ പകൽ നമ്മൾ സമർപ്പിക്കപ്പെടണം. കർത്താവിനോട് പറയാമോ, ഒരിഞ്ച് കുറച്ചും വേണ്ട, ഒരിഞ്ച് കൂടുതലും വേണ്ട. നീ എന്ത് കണ്ടോ? നീ എന്ത് കണ്ടോ? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുമ്പോൾ നീ എന്നെക്കുറിച്ച് കണ്ട്, നീ മെനഞ്ഞക്കരം കൊണ്ട് എന്നെക്കുറിച്ച് വച്ച മാസ്റ്റർ പ്ലാൻ അതുപോലെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ പ്രിയരെ? ദൈവം വച്ചത് വലുത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കുണ്ട്. ചെറുതാക്കരുത്, ചെറുതാക്കരുത്. ഒരിക്കലേ മോശെ കനാൻ നാട്ടിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് അതിൻ്റെ കൂട്ടത്തിനകത്തുനിന്ന് യോശുവയോടും കാലേബിനോടും കൂടെ 10 പേരെ ഹലോ, കനാൻ നാട് എത്താറായി. കനാൻ നാട് എത്തുന്നതിന് ഇപ്പുറത്ത് നിന്നിട്ട് മോശ പറയുക,
12 പേര് എൻ്റെ അടുക്കൽ വാ. 12 പേരെ അടുക്കൽ വിളിച്ചിട്ട് മോശ പറയുന്നു, നിങ്ങൾ അർദ്ധരാത്രിയിൽ ആ പട്ടണത്തിലേക്ക് പോയി ആ പട്ടണത്തിൽ ഒന്ന് ഉറ്റ് നോക്കണം. രഹസ്യത്തിൽ അവിടുത്തെ സിറ്റുവേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരണം. ഈ 10 എണ്ണം പോവുക, കാലിച്ചാക്കുവായിട്ട് പോവുക. അവിടെ പോയിട്ട് അവിടെ കണ്ട കാഴ്ച എബ്യൂസിയർ, ഹിത്യർ, ഹലോ ഹർമോനിയർ, ഹലോ മല്ലന്മാരായ ഒരു കൂട്ടം പട്ടണ നിവാസികൾ പാർക്കുന്ന വിവിധ പട്ടണങ്ങൾ. അവിടെ ചെന്നതും അവരുടെ ആരോഗ്യവും അവരുടെ ശക്തിയും അവരുടെ കായിക അഭ്യാസമൊക്കെ കണ്ടപ്പോ ഈ 12 എണ്ണം രായ്ക്ക് നാമാണ് തിരിച്ചു വരിക. തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് മോശ ചോദിച്ചു, പട്ടണം എങ്ങനെയുണ്ട്? അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞ, എൻ്റെ പിതാവായ അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞ പട്ടണം എങ്ങനെയുണ്ട്? അവർ പറഞ്ഞു, പട്ടണമൊക്കെ സൂപ്പറാ, പട്ടണമൊക്കെ സൂപ്പറാ. അതിൻ്റെ മുന്തിരിയൊക്കെ കാണണം. അവിടെയുള്ള വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ കാണണം. പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറഞ്ഞാൽ ഇത്രയും സന്തുഷ്ടമായ ഫലപുഷ്ടിയുള്ള ദേശമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നിട്ട് അടുത്ത പദം നമ്മളെപ്പോലെ തലയും ചൊറിഞ്ഞിട്ട്, എങ്കിലും മോശേ പട്ടണമൊക്കെ വലുതാ, പട്ടണമൊക്കെ വലുതാ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് ഇത്രമാത്രം നമുക്ക് വേണ്ടി ഒരുക്കിയെന്ന് നമ്മൾ വിചാരിച്ചില്ല. എങ്കിലും അവരെ ജയിപ്പാൻ, അത് പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയുമോന്ന് എനിക്ക് തോന്നുന്നില്ല, ഞങ്ങൾക്ക് തോന്നുന്നില്ല. പ്രിയരെ, 1 2 10 പേർ, 10 പേർ അവർക്ക് വേണ്ടി ദൈവം വച്ചിരുന്ന വലിയവ അവരെ തന്നെ പരിമിതപ്പെടുത്തി. അവരുടെ മുൻപിൽ ശത്രുവിൻ്റെ വലിപ്പം വലുതായി നിന്നു. പക്ഷെ 2 എണ്ണം മാറി നിന്നിട്ട് പറയുക, കാലേബും യോശുവയും പറയാ, മോശേ പട്ടണമൊക്കെ സൂപ്പറാ, പട്ടണമൊക്കെ സൂപ്പറാ. അവിടെ ശക്തന്മാരായ മല്ലന്മാരുണ്ട്. സത്യ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ യൊക്കെ നാം പിടിച്ചടക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഈ പകൽ കേൾക്കണോ? ദൈവം വലുതാ മോശയുടെ മുൻപിൽ വച്ചത്. അവരവരുടെ ഭാവിയെ ചെറുതാക്കി. ഇന്ന് പകൽ നിന്റെ കൂടാരത്തിൻ്റെ അവസ്ഥ കൊണ്ട്, നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധി കൊണ്ട്, ദൈവദാസന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയുടെ മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളി കണ്ട് നിങ്ങൾക്ക് ദൈവം വച്ചിരിക്കുന്ന നല്ല ശുശ്രൂഷ ചെറുതാക്കി കാണരുത്. വേണ്ടെന്ന് പറയരുത്. ആ നല്ല ഭാവി വേണ്ടെന്ന് പറയരുത്. ആ നല്ല ഉയർച്ച വേണ്ടെന്ന് പറയരുത്. സംഭവിച്ചത് കേൾക്കണോ? സംഭവിച്ചത് കേൾക്കണോ? ആരെല്ലാം ആ പട്ടണത്തിലെ പട്ടണം നമുക്ക് പിടിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു, അവരാരും ആ പട്ടണത്തിൽ കടന്നില്ല. അവരാരും ആ പട്ടണത്തിൽ കടന്നില്ല. പക്ഷെ ഒന്നും കണ്ടില്ലേലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം വച്ച പട്ടണം സ്വന്തമാക്കുമെന്ന് പറഞ്ഞ യോശുവയും കാലേബും ആ പട്ടണത്തിൽ കാലെടുത്തു വെച്ചു. അടുത്ത് യോശുവയോട് പറഞ്ഞു, യോശുവേ, നീ പട്ടണ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വിഭജിച്ചു കൊടുക്ക. ഇന്ന് പകൽ എനിക്ക് പ്രസംഗിക്കാനേ കഴിയൂ, എനിക്ക് പ്രസംഗിക്കാനേ കഴിയൂ. നിങ്ങളുടെ ഭാവി നിന്റെ കരത്തിലാ, നിന്റെ ഭാവി ദൈവത്തിൻ്റെ കരത്തിലാ. ദൈവം വച്ച നല്ല ഭാവി നിന്റെ സാഹചര്യം കൊണ്ട് പരിമിതപ്പെടുത്തരുത്. ഒരിക്കലും പറയരുത്, കർത്താവ് എനിക്കിത്ര ബുദ്ധിയുള്ളൂ, എനിക്കിത്ര പഠിക്കാൻ പറ്റൂ, എനിക്കിന്നതേ ആകാൻ പറ്റൂ, എനിക്ക് ഈ ലെവലിൽ എത്താൻ പറ്റൂ. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ദൈവം എന്നെ അയച്ചാൽ ഞാൻ എവിടേക്കും പോകും. ദൈവം എന്നെ കൊണ്ടുപോകുന്നിടത്ത് ഞാൻ പോകും. എൻ്റെ കൂടാരത്തിലെ കഷ്ടകാലം ഞാൻ മുഖാന്തരം മാറ്റും. ഉറപ്പാണോ?
ഉറപ്പാണോ? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ഡോണ്ട് ലിമിറ്റ് യുവർ പ്രോമിസസ്. അവസാനമായിട്ട് 1-2 വാക്കുകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി നിന്നിൽ വെളിപ്പെടുന്നത്? 1, ലീവ് എ ഹോളി ലൈഫ്. വിശുദ്ധ ജീവിതം നയിക്കുക. വിശുദ്ധ ജീവിതം നയിക്കുക. വചനം പറയുന്നു, നീ വിശുദ്ധ ജീവിതം നയിച്ചാൽ ദൈവം നിന്റെ മുൻപിൽ അർഹതയില്ലാത്ത പാപി വെളിപ്പെടുത്തും. സറണ്ടർ യുവർ സെൽഫ് ബിഫോർ ലോ. നിന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുക. പ്രിയരെ, നികളം കാണിക്കാൻ ഒന്നുമില്ല നമുക്ക്. അവൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം. ഇന്ന് പകൽ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക. അപ്പൻ്റെ കരത്തിലൊന്ന് താണിരിക്കുക. അവൻ നമ്മെ പണിയും. ഹലോ, അടുത്തൊരു പദവും കൂടെ മാത്രം പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നിർത്താൻ പോവുക. 1, ലീവ് എ ഹോളി ലൈഫ്. വാക്തത്വം നിവർത്തി നടക്കണോ? വിശുദ്ധ ജീവിതം നയിക്കുക. 2, സറണ്ടർ യുവർ ലൈഫ്. ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തെ സറണ്ടർ ചെയ്യുക. 3, ദൈവത്തിൻ്റെ മഹത്വത്തെ കൊതിക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തെ കൊതിക്കുക. ദൈവഹിതത്തിനകത്ത് ദൈവ സാന്നിധ്യം കൊതിക്കുക. അങ്ങനെ നീ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവം കണ്ടത് നിറവേറാം. ഈ പകലൊരു കണ്ണുകൾ മൂടാമോ? ഈ സന്ധ്യയോടടുക്കുന്ന സമയത്ത് എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടയട്ടെ. ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാമോ? ആഴമായി എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടയട്ടെ. അർഹതയില്ലാത്തത് എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തെ ഒരുക്കും. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തുക. അർഹതയില്ലാത്ത ഉയർച്ചകൾ നിന്നെ തേടി വരും. അത് നിറവേറണോ? ദൈവവുമായി ഒരു ബന്ധമുണ്ടാകണം. ദൈവമഹത്വത്തെ കൊതിക്കണം. ദൈവഹിതത്തിൽ ജീവിക്കണം. ദൈവത്തോടൊന്ന് ചോദിക്കാം, അപ്പാ, ഈ തലമുറയിൽ ദൈവഹിതമുള്ളവനായി ജീവിപ്പാൻ എൻ്റെ മേലൊരു അഭിഷേകത്തെ തരണേ. എൻ്റെ മേലൊരു ആത്മനിറവ് തരണമേ. എൻ്റെ മേൽ അസാധാരണമായൊരു ദൈവകൃപ തരണമേ. എത്ര ഞെരുക്കങ്ങൾ വന്നാലും അങ്ങേ വിട്ടുപോകാത്തൊരു ജീവിതത്തിനുടമയായി മാറാൻ. സ്നേഹിത, ദൈവം വച്ച വലിയവ ചെറുതായി കണ്ട് ഒരു തലമുറ മുഴുവനും തകർന്നു പോകുമ്പോൾ ഇന്ന് പകൽ ശൂന്യതയ്ക്കകത്ത് ദൈവഹിതത്തിൻ്റെ ആഴം മനസ്സിലാക്കി നീ ഒന്ന് കരയാമോ? ലൈവിലൂടെ എന്നെ കാണുന്നവർ ആഴമായി ഒന്ന് പ്രാർത്ഥിക്കുക. ഈ പകൽ നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ദൈവിക നിയോഗങ്ങൾ വെളിപ്പെടും. നിന്റെ ഭാവിക്കകത്ത് വെളിപ്പെടും. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടും. ദൈവത്തോടൊന്ന് പറയാമോ? ദൈവം കണ്ടതോ ഒരു ഇഞ്ച് പോലും എനിക്ക് കുറവായത് എൻ്റെ ജീവിതത്തിൽ വേണ്ട. ദൈവം കണ്ടത് മുഴുവനും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ആഴമായൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എത്ര ഞെരുക്കത്തിൻ്റെ അപ്പം ഞാൻ തിന്നാലും, എത്ര കഷ്ടതയുടെ കണ്ണുനീർ കുടിക്കേണ്ടി വന്നാലും, എല്ലാം പ്രതികൂലമായാലും എൻ്റെ ദൈവത്തെ വിട്ട് ഞാൻ പോവില്ല. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയേ. നിന്റെ കരത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ കരം പിടിക്കപ്പെടുന്നു. ദൈവം നിന്റെ കരത്തെ ഒന്ന് ചോർത്ത് പിടിക്കുക. ഒരുപക്ഷെ നീ കുഴിയിൽ കിടക്കുമ്പോഴത്തെ അവസ്ഥയിലായിരിക്കാം. ഈ പകൽ നിന്നെ ലിഫ്റ്റ് ചെയ്ത് അർഹതയില്ലാത്ത ഇടത്ത് ദൈവം നിർത്തുക. അർഹതയില്ലാത്ത ഭാവി നിനക്കുണ്ടാകും. ആഴമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഞെരുക്കത്തിൽ അപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണു നീ കുടിച്ചെന്നാലും, പറഞ്ഞാണ്ട്
ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യാൻ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിനാൽ ജീവൻ തലമുറയിലോ രക്ഷകനായി അന്ത്യശ്വാസം ഒരു തീരുമാനത്തോടൊന്ന് പറഞ്ഞു ജീവൻ വച്ചി ആരെല്ലാം പിന്മാറിപ്പോയാലും അന്ത്യശ്വാസം വരെയും അങ്ങില്ലാത്തൊരു ശുശ്രൂഷ അങ്ങേ വിട്ടൊരു ജീവിതം അങ്ങില്ലാത്തൊരു ഭാവി വേണ്ട അങ്ങില്ലാത്തൊരു ഉയർച്ച വേണ്ട അങ്ങില്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ അക്കരകളെ മാറോട് ചേർത്ത് പിടിച്ചൊന്നു അങ്ങില്ലാത്തതൊന്നും വേണ്ട. എത്ര ഞെരുക്കമാണേലും എത്ര ശൂന്യതയാണേലും അങ്ങ് നോക്കി ഞാൻ യാത്ര ചെയ്യും. അങ്ങ് വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. ഈ പകൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ പകൽ നിന്റെ കൂടാരത്തിൽ ദൈവകൃപ ഇറങ്ങും. ആ തലമുറയിൽ നോഹയുടെ മേൽ ദൈവകൃപ വെളിപ്പെട്ടതുപോലെ ഈ തലമുറയിൽ ദൈവകൃപ വെളിപ്പെടും. നിന്ദിക്കപ്പെട്ട അതേ മണ്ണിൽ എൻ്റെ ദൈവം നിന്റെ ശിരസ് ഉയർത്തും. ചിതറിക്കുമെന്ന് പറഞ്ഞ അതേ ദേശത്ത് എൻ്റെ ദൈവം നിന്നെ നിർത്തും. മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം നിന്നെ വളർത്തും. മനുഷ്യന്റെ ബുദ്ധിക്കതീതമായി ദൈവം നിന്റെ ഭാവിയെ വിശാലപ്പെടുത്തും. കരയുന്ന മാതാപിതാക്കളുണ്ട്. ഈ പകൽ ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. നിന്റെ ജീവിതത്തിനകത്ത് വഴിത്തിരിവുകൾ ഉണ്ടാകും. ഒരു നിമിഷം മാറോട് കരം ചേർത്ത് പിടിക്കാമോ?
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഫാദർ, ഈ രാത്രിയിൽ നുറുങ്ങുന്ന ഹൃദയവുമായി സമർപ്പണത്തോടെ എന്നെ കേൾക്കുന്നവർ, ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഹാളിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ഞങ്ങളുടെ മേൽ അങ്ങ് കണ്ട ദൈവിക പദ്ധതി പൂർണ്ണമായി നിറവേറട്ടെ. ഒരിഞ്ചു പോലും നിറവേറാതെ പോകരുത്. ഒരിഞ്ചു പോലും നിറവേറാതെ പോകരുത്. ഞങ്ങളെ തന്നെ പരിമിതപ്പെടുത്തുന്നില്ല. ഞങ്ങൾ അങ്ങയുടെ വലിയ കരങ്ങളിൽ വിശ്വസിക്കുക, അങ്ങയുടെ വലിയ പദ്ധതികളിൽ വിശ്വസിക്കുക. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക. ചലഞ്ചേഴ്സിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ഈ ജനത്തെ ഞാൻ ആത്മാവിൽ പുറത്തെടുക്കുക. അസാധാരണമായ ദൈവമഹത്വം അവരുടെ കരം കൊണ്ട് കാണാൻ, കണ്ണുകൊണ്ട് കാണാൻ, കരം കൊണ്ട് തൊടാൻ ഈ തലമുറയിൽ നീ അവർക്ക് കൃപ ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. മഹത്വം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൻ്റെ ആമേൻ. ദിവസം ഒന്നിരിക്കാമോ? കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളെടുക്കാമോ? ദശാംശമായ വഴിപാടായി നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഒന്ന് കരങ്ങളെടുത്താട്ടെ. ഓൺലൈനിലൂടെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളും തൈറ്റുകളും നിക്ഷേപിക്കാവുന്നതാണ്. ഒരു നിമിഷം ഒന്ന് കരമുയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്വർഗീയമല്ല കർത്താവേ, ഈ കരമുയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ നീ കാണുന്നു. ഓഫ്ലൈനായി ഓൺലൈനായി ആമേ ദശാംശമായ വഴിപാടായി നേർച്ചയായി വിതയ്ക്കുന്ന ഓരോ വ്യക്തികൾക്ക് 1000 മടങ്ങ് പ്രതിഫലം കൊടുക്കും. മഹത്വമെല്ലാം അങ്ങെടുക്കും യേശുവിൻ നാമത്തിൻ്റെ ആമേൻ. ആമേൻ. ഇന്ന് പകൽക്കാലം അമ്മ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരിക. അമ്മേ, നിങ്ങൾ വിളിക്കുന്നവർ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, എനിക്കറിയാം. പലരെയും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം വിളിക്കുന്നവർ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ നിങ്ങൾ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ചകളിലും 6:30 മുതൽ 9 മണി വരെ പാളയത്തിനടുത്ത് മഠത്തിൽ ടവേഴ്സിൽ ബിഷപ്പ് പെരേര ഹാളിന് ഓപ്പോസിറ്റുള്ള മഠത്തിൽ ടവേഴ്സിൽ ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേക രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരിക. ഞായറാഴ്ച നിങ്ങൾ ആരാധനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഞായറും രാവിലെ 9:30 മുതൽ കാട്ടാക്കടയ്ക്കടുത്ത് മലയൻകീഴിൽ ഞങ്ങളുടെ ആരാധനകൾ നടന്നു വരുന്നു. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയിലും ഉച്ചയ്ക്ക് ശേഷം 4 മണി മുതൽ മഠത്തിൽ ടവേഴ്സിൻ്റെ 3ാമത്തെ ഫ്ലോറിൽ പാളയത്ത് ഞങ്ങളുടെ ആരാധനകൾ നടന്നു വരുന്നു. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പകലും ദൈവം നിങ്ങളെ തൊട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടട്ടും പ്രാർത്ഥിക്കാം. സ്വർഗീയമല്ല കർത്താവേ, ഇന്ന് പകൽക്കാല ഈ ഹാളിനകത്തായിരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ ശ്രമിക്കുന്നവർ, ഈ പട്ടണത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. ഇതിനകത്തായിരിക്കുന്നവർ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ആയിരിക്കുന്നവർ, അവരുടെ ജീവിതത്തിനകത്ത് ദൈവഹിതം മാത്രം നിറവേറട്ടെ. ദൈവഹിതമില്ലാത്തത് ഒന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ആഴത്തിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേട്ട വചനവും പ്രവചനവും അയച്ച് ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുകയാണ്. മഹത്വമെല്ലാം അങ്ങെടുക്കും. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത ദൈവസാന്നിധ്യം കൂടെ ആയിരിക്കും. പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൻ്റെ ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, നമ്മെ ആശീർവദിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കൂട്ടായ്മയാവലും നമ്മോട് നാം പ്രാർത്ഥിച്ചങ്ങളോട് ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിനെ മടങ്ങി വരുവാനേ ഇരിക്കുമാറാകട്ടെ. അടക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. അലേലുയ അലേലുയ അലേലുയ. കർത്താവേ വേഗം വരണം.